പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 15 തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് ആമേൻ 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 ആമേൻ. ഒരനർത്ഥം നമുക്ക് ഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ, നമ്മുടെ സകല വഴികളിലും നമ്മളെ കാപ്പാൻ സ്വർഗീയ സൈന്യത്തെ കൽപ്പിച്ചാക്കി നമ്മുടെ കല്ല് തെറ്റി പോകാൻ സമ്മതിക്കാതെ ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന് ആ കരം ഉയർത്തിയിട്ട് പറ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങേക്ക് ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അങ്ങയുടെ കരത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. അതെ, 50-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. ആമേൻ. അതേ കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഞങ്ങളെ ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, ആയുസ്സോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, തന്ന എല്ലാ നന്മകൾക്കും സ്തോത്രം, നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നും എന്നേക്കുമുള്ളത്. അതിൻ്റെ 23-ാം വാക്യം പറഞ്ഞു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതേ കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആ നാമത്തെ ഉയർത്തുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെട്ടായിട്ട് പ്രാർത്ഥനയിലാണല്ലോ അത്ഭുതങ്ങൾ നടക്കുന്നത്, ദൈവിക ഇടപെടലുകൾ നടക്കുന്നത്. നിങ്ങളുടെ വിഷയത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകും. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവിക അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പകൽക്കാലം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായിട്ടും സ്തോത്രം, വീരപ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളിലും ഇന്ന് കർത്താവിൻ്റെ കൃപയിരിക്കണം. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്. യേശുവിൻ നാമത്തിൽ ഇവർ ആരോഗ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക ആരോഗ്യം ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവിക രോഗസൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. ഏതു വിധത്തിലുള്ള രോഗങ്ങളാണെങ്കിലും ആമേൻ, അത് കാഠിന്യമേറിയതാണെങ്കിലും മാരകമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ, ഇവർ ആരോഗ്യം പ്രാപിക്കട്ടെ. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പ്രാപിക്കട്ടെ. ആത്മശക്തിയിൽ ഇവർ ജീവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ അതിനകത്തുനിന്ന് കർത്താവ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാ റിബൽ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. അവർ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന തൻ്റെ ദാസിദാസന്മാരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കണം. അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഫലം കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കണം. ദൈവിക സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ, വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, വലിയ ഉണർവിന് ഇന്നത്തെ മീറ്റിംഗ് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി
ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വന്ന് അതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും, ദൈവിക പ്രവൃത്തി കാണാൻ കഴിയും, ദൈവിക ശബ്ദം കേൾക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ആമേൻ. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ആമേൻ. അതായത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ആമേൻ. നമ്മൾ വിശ്വാസത്തോടെ എന്ത് പറയുന്നു, അല്ലെങ്കിൽ എന്ത് പ്രൊക്ലെയിം ചെയ്യുന്നു, എന്ത് കൺഫെഷൻ ചെയ്യുന്നു, അത് നമ്മുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകണ്ട. അത് ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇൻ കേസ് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും, ആമേൻ, കൊടുങ്കാറ്റുകളും പേമാരികളും ഒക്കെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും അത് നിർത്തണ്ട. അത് ധൈര്യമായിട്ട് മുൻപോട്ട് പോയിക്കോളാനാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾക്ക് മാറ്റം വരുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ വളരെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. വിശ്വാസത്തിൻ്റെ പ്രൊക്ലമേഷൻ ധൈര്യമായിട്ട് തന്നെ നടത്തുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായവനായതുകൊണ്ട് ധൈര്യമായിട്ട് പോകാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. വാഗ്ദത്തം ചെയ്തവനാര്? വിശ്വസ്തനായ ദൈവമാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുവാൻ ആണ് കർത്താവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാമിനെ കുറിച്ച് നോക്കിയാൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആമേൻ ദൈവിക വാഗ്ദത്തം ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം വാഗ്ദത്തം പ്രാപിക്കുവാൻ സമയമെടുത്തു. പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസം ക്ഷീണിച്ചു പോയില്ല. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണീന്നാണ് പറഞ്ഞു. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണം വരുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് മാറ്റം വരും, നമ്മുടെ പ്രവൃത്തികൾക്ക് മാറ്റം വരും. എന്നാൽ വിശ്വാസത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? ദിനം പ്രതി സ്ട്രോങ് ആയി വന്നതുകൊണ്ട് അബ്രഹാം ധൈര്യമായിട്ടാണ് മുന്നേറ്റം. അപ്പോൾ നമുക്ക് യേശു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്, അവൻ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനായതുകൊണ്ട്, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വസ്തനായതുകൊണ്ട്, വാക്കുമാറാത്തവനായതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളോട് കർത്താവ് എന്തു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ ആ വാഗ്ദത്തത്തിൽ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. പക്ഷേ അവൻ്റെ സ്വഭാവത്തിനോ അല്ലെങ്കിൽ അവിടെ സ്വഭാവത്തിനോ മാറ്റം വരുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചു, 1 മാസം പ്രാർത്ഥിച്ചു, 2 മാസം പ്രാർത്ഥിച്ചു, മാറ്റം കാണാതിരിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾ തളരരുത്. നിങ്ങളോട് കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകളായിരിക്കുമെന്നും അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കുമെന്നും വചനമാണ് നമുക്ക് വാക്ക് തന്നത്. ആ വാക്ക് മാറ്റാൻ കർത്താവിന് കഴിയത്തില്ല. ആ വാക്ക് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ മങ്ങിപ്പോകരുത്. ഇനി അത് ശരിയാകത്തില്ല, എത്ര നാളാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകാനോ നമ്മുടെ വാക്കുകൾ മാറ്റുവാനോ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഒരു സഹോദരിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവർ രോഗത്താൽ ഭാരപ്പെടുക, വർഷങ്ങളായി അതിവേദനയാണ്. പക്ഷേ അവർ പറഞ്ഞു, ഇല്ല, യേശു സൗഖ്യദായകന്, അവൻ വാക്ക് മാറാത്തവന്. അവർ ദിനം പ്രതി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വേദനയ്ക്ക് മാറ്റം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും അവരോട് പറഞ്ഞു, സഹോദരി, ഇനി അത് നടക്കുകയില്ല. അവർ പറഞ്ഞില്ല, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, കർത്താവ് പറഞ്ഞതിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. എങ്ങനെ ചരിത്രം പറയുന്നു, ഒരു പ്രഭാതത്തിൽ അവരെഴുന്നേൽക്കുമ്പോൾ, വളരെ വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷം അവരെഴുന്നേൽക്കുമ്പോൾ അവരുടെ വേദന കംപ്ലീറ്റ്ലി അവരിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എന്ന് എൻ്റെ വേദനയിൽ നിന്ന് കണ്ണുമാറ്റി യേശുവിലേക്ക് നോക്കിയോ അന്നു മുതൽ വേദനയുടെ കാഠിന്യം എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ യേശുവിലേക്ക് നോക്കാൻ തുടങ്ങി. നമ്മൾ എന്ന് പ്രശ്നത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു കൊണ്ടിരിക്കും. എന്ന് പ്രതിസന്ധിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകും. പത്രോസ് തിരമാല നോക്കിയപ്പോൾ പത്രോസിൻ്റെ വിശ്വാസം പോയി. പത്രോസ് യേശുവിനെ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ കഴിഞ്ഞു. എന്നാൽ തിരമാലയെ നോക്കിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ കാരണമായി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നു, പ്രശ്നത്തെ അല്ല നോക്കേണ്ടത്, വാക്ക് പറഞ്ഞ ദൈവത്തെ നോക്കി വിശ്വാസത്തിൻ്റെ വാക്കുകൾ ധൈര്യമായിട്ട് പറഞ്ഞ് മുന്നേറുക. ആ പ്രൊക്ലമേഷൻ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നത് ഒരിക്കലും നിർത്തരുത്. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമ്മുടെ പ്രശ്നത്തെ നമ്മൾ വലുതായിട്ട് പറയാതെ, എനിക്ക് യേശു വലിയവനാണെന്ന് പ്രശ്നത്തോടും മറ്റു
മറ്റുള്ളവരോട് നമ്മൾ പറയണം. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളോട് പറയും ഇത് പ്രയാസമായിരിക്കും. ഇല്ല, അവരോട് പറയും ഇല്ല, യേശു മതിയായവന്, യേശു എന്നെ വിടുവിക്കും, ഇതിനേക്കാൾ വലുത് യേശുവാണ് എന്ന് പറയണം. ആമേൻ. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തിട്ട് ദൈവത്തിന് സ്തോത്രം പറയുകയും മറ്റുള്ളവരോടും പറയണം, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ഇന്ന വിഷയത്തിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ച് എൻ്റെ ഇന്ന ആവശ്യങ്ങളിലൊക്കെ കർത്താവ് നടത്തി, അതുകൊണ്ട് ഇതും കർത്താവ് നടത്തും എന്ന് പറയുകയും വിശ്വാസമുള്ളവരോടുകൂടെ കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുക. എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുക. നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മഴ പെയ്യുക തന്നെ ചെയ്യും. യേശുവിൽ നിന്നുള്ള വാഗ്ദത്തങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. ആമേൻ. യേശു വിശ്വസ്തനാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്ത് നടത്തുവാൻ മതിയായ ദൈവമാണ്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തെ ഉറപ്പോടെ നിലനിർത്തുക, യേശുവിനെ ഉയർത്തുക. അവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ അവൻ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പകൽക്കാലം നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.